ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി 2 പൊട്ടറ്റോസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ കഴുകി പീൽ ചെയ്ത് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് നല്ലപോലെ കഴുകി അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലപോലെ കഴുകി ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഫ്ലെയിമിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊട്ടറ്റോസ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 5 മിനിറ്റിൽ കൂടുതൽ ഇത് കുക്ക് ചെയ്യരുത്. അങ്ങനെ കുക്ക് ചെയ്താൽ ഇത് ഓവർ കുക്കായി പോകും. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഒന്ന് കോരിയെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഫുള്ളായിട്ട് പോകാനായിട്ട് ഞാനൊരു കോട്ടൺ ക്ലോത്തിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്ലോത്ത് ഇല്ലെങ്കിൽ കുറച്ചൊരു കട്ടിക്ക് ടിഷ്യൂ എടുത്താലും മതിയാകും. ഇങ്ങനെ ചേർത്തതിന് ശേഷം ടിഷ്യൂ കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പൊട്ടറ്റോസിലും കോട്ടാവുന്ന രീതിയിൽ നമുക്കിതൊന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് കുറേശ്ശെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു പാനിലാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 സെക്ഷനായിട്ടിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതെല്ലാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാം ഒരു മിനിറ്റിൽ ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെല്ലാം. ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ തന്നെ നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു കണ്ടെയ്നർ ബോക്സിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്താൽ മതിയാകും. അപ്പോൾ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വീണ്ടും നമ്മൾ എണ്ണ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഇട്ട് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മൾ ഓൾറെഡി ഇത് ഫ്രൈ ചെയ്തിട്ട് ഹാഫ് കുക്ക്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ബാക്കിയെല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തത് ഞാനൊരു ബൗളിലേക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ളുപ്പും ഒരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ചാറ്റ് മസാല ചേർക്കാതെയും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഈ ചാറ്റ് മസാലയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ. ഇങ്ങനെ ചാറ്റ് മസാല ചേർത്തതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഇഷ്ടമുള്ള സോസിനൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കാതെ ഇതേപോലെ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് റെസിപ്പി എല്ലാവരും തന്നെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.